2015 ആലപ്പുഴ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങി പോരേണ്ടി വന്നതായിരുന്നു നീണ്ടകാലത്തെ പാർട്ടി ജീവിതത്തിൽ VS-ന് ഏറ്റവും വേദന അനുഭവപ്പെട്ട സന്ദർഭം. പലരും വിചാരിച്ചതുപോലെയോ പ്രവചിച്ചതുപോലെയോ പാർട്ടിക്ക് പുറത്തേക്കല്ല VS ഒരു കാലത്തും നടന്നത്. പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ പോരാട്ടത്തിന്റെ മൂർധന്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് VS-നെ ഒഴിവാക്കിയത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഭാര്യ KK രമയെ ആശ്വസിപ്പിക്കാനുള്ള യാത്രയിൽ നിന്ന് VS-നെ തടയാൻ പാർട്ടിയുടെ ഒരു തിട്ടൂരത്തിനും കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമായി. തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ VS അച്യുതാനന്ദന് വിധിച്ച ക്യാപിറ്റൽ പണിഷ്മെന്റ് അടക്കം അപമാനങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടപ്പോഴും CPM-ൽ നിന്ന് പുറത്തുപോകുന്ന കാര്യം VS ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നതും വാസ്തവമാണ്. ഭൂമിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സമീപനമായിരുന്നു VS-നെ ജനകീയനാക്കി മാറ്റിയത്. ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള ചരക്കല്ലെന്നും ഉൽപാദനോപാധി മാത്രമാണെന്നും VS അച്യുതാനന്ദൻ വിശ്വസിച്ചു. ഒരു തരത്തിലുമുള്ള അനുനയത്തിനും ഇടപെടാൻ VS അച്യുതാനന്ദൻ തയ്യാറായിരുന്നില്ല. എറണാകുളം വളന്തക്കാട്ടെ വൻകിട പദ്ധതിക്ക് അനുമതി നൽകുന്ന കാര്യത്തിലും കാർക്കശ്യമായ നിലപാടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ സ്വീകരിച്ചത്. ഭൂമിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് VS അച്യുതാനന്ദൻ ഇടപെട്ടിരുന്നത്. അതിനാൽ തന്നെ പല വൻകിട പദ്ധതികൾക്കും അനുമതി നൽകാൻ പോലും VS അച്യുതാനന്ദൻ ഒരുക്കമായിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ വെട്ടിനിരത്തിലൂടെ നെൽവയൽ സംരക്ഷണത്തിന് തുടക്കമിട്ട VS പിന്നീട് നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നാണ് നെൽപ്പാടങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയത്.